സംസ്ഥാനത്ത് കൊടും ചൂടിൽ വലയുകയാണ് മൃഗങ്ങളും. തിരുവനന്തപുരം മൃഗശാലയിലെ ചില കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി. കഠിനമായ ചൂടിൽ ഇടയ്ക്കിടെ മൃഗശാല അധികൃതർ വെള്ളം ചീറ്റിക്കുന്നതാണ് ഈ കൊടും ചൂടിൽ മൃഗങ്ങൾക്ക് ഏക ആശ്വാസം. തണലോരങ്ങളിലും പുൽമേടുകളിലും വിഹരിച്ചിരുന്ന സിംഹറാണി സമാനതകളില്ലാത്ത ഉഷ്ണകാലത്തും തടവിലാണ്. അക്ഷരാർത്ഥത്തിൽ ജയിൽവാസം. 39 ഡിഗ്രി വരെ ശരീര ഊഷ്മാവും പേറിയാണ് ഈ അതിജീവനമെന്നോർക്കണം. ദേശീയ മൃഗമായ കടുവയും ചൂടിനോട് പൊരുതുന്നു. പുള്ളിപ്പുലിയും കരടിയും കാട്ടുപോത്തും മാൻകൂട്ടവുമൊക്കെ പരിമിതമായ ആവാസ കേന്ദ്രങ്ങളിൽ കഠിനമായ ചൂടിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു. വന്യജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുമായി സാമ്യം പോലുമില്ലാത്ത കോൺക്രീറ്റ് ഭിത്തികൾക്ക് നടുവിലെ അതിജീവനം കാഴ്ചക്കാർക്ക് കൗതുകം സമ്മാനിച്ച് കാലാവസ്ഥയുടെ പ്രതികൂല വ്യതിയാനത്തോട് മല്ലടിക്കുകയാണ് മിണ്ടാപ്രാണികൾ. ചൂടിനെ പ്രതിരോധിക്കാൻ മൃഗശാല അധികൃതരുടെ കൈത്താങ്ങാണ് ചെറിയ ആശ്വാസം. പിന്നെ ഐസ് കൊടുക്കും, വെള്ളം കൊടുക്കും. അത് കൊടുത്ത് അതിനെ മാനേജ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് കൂടുതൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വരുന്ന ബ്ലീഡിംഗ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ നല്ല കെയർ കൊടുത്തുകൊണ്ട് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫ്രൂട്ട്സ് ഐറ്റംസ്, അതിനെ തണുപ്പിക്കാൻ തണ്ണിമത്തൻ, അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അതികഠിനമായിക്കൊണ്ടിരിക്കുന്ന വെയിൽ ദിനങ്ങൾ. ചൂടിൽ വലഞ്ഞ് തടവറകൾക്കുള്ളിൽ ഓടിയും കിതച്ചും മുരണ്ടും അവറ്റകൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ അതൊന്നും അറിയാതെ നാം ഇവിടെ കാഴ്ചക്കാർ മാത്രമാവുന്നു. നമ്മൾക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തടവിലാക്കപ്പെട്ടതാണ് ഈ ജീവികളെ. സ്വച്ഛന്ത ശീതളമായ വനാന്തരങ്ങളിൽ മേഞ്ഞു നടക്കേണ്ട സമയത്ത് കടും ഉഷ്ണത്തിൽ വെന്തുരുകുകയാണ് ഈ മിണ്ടാപ്രാണികൾ. ക്യാമറാമാൻ സന്തോഷ് ചേകവർക്കൊപ്പം എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.